ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫെയിലുവറിനെ, പരാജയങ്ങളെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതം. മനസ്സിനെ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും നല്ല കക്ഷികൾ ഫ്രണ്ട്സാണ്. എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച സകല കുട്ടികളും വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയിലാണ്. ആ കമ്പനിയുടെ CEO ഞാനാണ്. ഒരു ഫെയിലുവർ വന്ന ബിൽ ഗേറ്റ്, ഒരു കുട്ടിയുടെ പഠന മികവ് എന്ന് പറയുന്നത് മാർക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാരന്റ്, ഏതെങ്കിലും ഒരു കുട്ടി മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ മനസ്സിലാക്കുക, അതൊരു വലിയ പോരായ്മ അല്ല. കൗമാര മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അധ്യാപക എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. എത്ര നല്ല സ്കൂളിലും എത്ര നല്ല അധ്യാപകർക്കും 4-1 പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളുടെ 4-1 ആചാര്യാൽ പാദമത്രേ, പാദം ശിഷ്യ സ്വമേധയ. ബാക്കിയുള്ള 4-1 കുട്ടികൾ സ്വയം പഠിച്ചെടുക്കണം. സ്കൂളിൽ പോകുന്നത് മാക്സിമം മാർക്ക്, സമയത്തിന് ജോലി കിട്ടിയാൽ റിച്ച് ആവും. എന്താവും? റിച്ച് ആയാലും യു ക്യാൻ എക്സ്പ്ലോർ ഇന്ത്യ, എക്സ്പ്ലോർ ദ വേൾഡ്. ഇവിടെ കല്യാണമൊന്നും കഴിച്ചോളേ. അപ്പം നമ്മളൊരു വിഷയം നിങ്ങൾ കണ്ടല്ലോ. ഏതാ മക്കളെ വിഷയം ഏതാ? കുട്ടികളും മനസ്സും. പക്ഷേ ഇവിടെ എൻ്റെ ഫ്രണ്ടിലുള്ളതിൽ നല്ലൊരു ശതമാനം കുട്ടികളല്ല. അതുകൊണ്ട് പാരൻസിനെയും കൂടെ ഞാൻ നോക്കിയാണ് സംസാരിക്കുക. എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച ശാന്തൻ സാർ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ സാറിൻ്റെ ആദരവോടെ പേര് ഓർക്കുന്നു. ചില ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങളിലേക്ക് പോവാം. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ? ബാക്ക് കേൾക്കാമല്ലോ? കേൾക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ആരാണ് എന്ന് ആരെങ്കിലും കയറി ചോദിച്ചാൽ ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ ആരാണ്? ഞാനൊരു സ്റ്റുഡൻ്റാണ്, അല്ലേ, വിദ്യാർത്ഥിയാണ്. കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ എനിക്ക് 40ഓളം കഴിവുകളുണ്ട്. ഇങ്ങനെ പറയുക. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ 40ഓളം കഴിവുകൾ അടങ്ങിയ മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ. എനിക്ക് 40 ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം അത് പാരൻസ് ആവട്ടെ കുട്ടികളാവട്ടെ തിരിച്ചറിയേണ്ടത് നമ്മളാരും സാധാരണക്കാരൊന്നും അല്ല. ആരെങ്കിലും ഒരു അപ്രീസിയേഷൻ തന്നാൽ, ആരെങ്കിലും ഒന്ന് വളർത്തിയെടുത്താൽ നമുക്ക് ഒരുപാട് കഴിവുകൾ വെളിയിൽ വരും. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ജർമ്മനിയിലെ പ്രസിദ്ധമായ മ്യൂണിക്കിൽ ലോകപ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമുണ്ട്. അവിടെ 16 വയസ്സായ ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി. എൻട്രൻസ് ആണ് എഴുതുന്നത്. ആ കുട്ടിക്ക് ആ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അയാൾ ആ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. കാരണം വീട്ടിൽ പോയാൽ വഴക്ക് പറയും. അയാൾക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തോ പറ്റിയില്ല. പക്ഷെ പുള്ളിക്കാരന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എഴുതിയ ആൻസറുകൾ ശരിയാണ്, പക്ഷേ ആൻസർ ചെയ്ത അധ്യാപകർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. പുള്ളി ഒരുപാട് കരഞ്ഞു. പുള്ളിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ആ ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ മിടുക്കരായി, അവർ എൻജിനീയേഴ്സായി, മിടുക്കരായി. ഈ തോറ്റുപോയ കുട്ടിയെ പിന്നെ ആരും ഓർത്തില്ല. പക്ഷേ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പേര് എനിക്കറിയില്ല. ഈ തോറ്റുപോയ ആളിൻ്റെ പേര്, ഫെയിലുവറായ ആളിൻ്റെ പേര്, അവിടെ മ്യൂണിക്കിലെ രാത്രി തണുപ്പുള്ളൊരു ദിവസം ആ കരഞ്ഞുകൊണ്ട് പോയ കുട്ടിയുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളും മനസ്സുമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മനസ്സ് അന്ന് അവിടെ വെച്ച് തളർന്നു പോയിരുന്നു എങ്കിൽ ഒരു കാരണവശാലും എനിക്കിവിടെ നിന്ന് നിങ്ങളോട് ഈ പേര് പറയാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾ ഓർക്കേണ്ട ഒരു കാര്യം, ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫെയിലുവറിനെ, പരാജയങ്ങളെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതം. മനസ്സിനെ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം ആരും പറയാൻ ശ്രമിക്കേണ്ട. മക്കളെ ഒന്നിനെ നോക്കിയിരിക്കും, ഇടയ്ക്ക് സംസാരിച്ചോളാം, അല്ലെങ്കിൽ പിന്നെ പറ്റില്ല. ശ്രദ്ധിക്കുക. പണ്ടൊരിക്കൽ ഒരു കുട്ടിയെ 5ാമത്തെ വയസ്സിൽ സ്കൂളിൽ അഡ്മിഷന് കൊണ്ട് ചേർത്തു. 5ാമത്തെ വയസ്സിൽ. അപ്പോൾ ഒരു വലിയ സ്കൂളാണ്, ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ അവിടെ ഇരുന്ന പ്രിൻസിപ്പാൾ, ഒരു പള്ളിയിലെ അച്ഛനാണ്, ഈ കുട്ടിയുടെ പേര് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ പേര് ഡോണ്ടു രാജേഷ് ആണെന്ന് പറഞ്ഞു. ഡോണ്ടു രാജേഷ് ആണെന്ന് കുട്ടി അച്ഛന് മനസ്സിലായി. പക്ഷേ പേര് പറഞ്ഞത് ഡോണ്ടു രാജേഷ് എന്നാണ്. അപ്പോൾ അടുത്തിരുന്ന ആളിന് വീണ്ടും കൗതുകമായി, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. 3 പ്രാവശ്യം ചോദ്യം റിപ്പീറ്റ് ചെയ്ത്, വാട്ട് ഈസ് യുവർ നെയിം? ഈ കുട്ടി പറയുന്നത് എൻ്റെ പേര് ഡോണ്ടു രാജേഷാണ്. അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അമ്മയെടുത്ത്
പ്രിൻസിപ്പൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ പറയുന്നു. അത് അച്ഛൻ്റെ ഒരു പ്രശ്നം. എന്ത് പറഞ്ഞാലും ഈ കുട്ടി ഡോൺ ഡു രാജേഷ്, ഡോൺ ഡു രാജേഷ്, ഡോൺ ഡു രാജേഷ്, എന്തൊക്കെ ഇവൻ ചെയ്താലും സമ്മതിക്കില്ല. അങ്ങനെ വന്ന് ഈ കുട്ടിയുടെ മനസ്സ് തന്നെ എനിക്കൊന്നും കഴിയില്ല എന്നുള്ള രീതിയിലോട്ട് എത്തിപ്പോയി. അപ്പോൾ ഇതിനകത്തും നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഈ ഡോൺ ഡു രാജേഷ്മാരെ വളർത്താതിരിക്കുക. നെഗറ്റീവ് വേർഡ്സ് ഒരു 7-8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ആ കുട്ടി അങ്ങനെ ആയിപ്പോവും. ഈ മോളെ നോക്കിയിട്ട് ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കുട്ടി സ്വാഭാവികമായും മിടുക്കരാവും. പക്ഷെ അല്ല, നീ മണ്ടനാണ് പൊട്ടനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് കൗമാര മനസ്സിലുള്ള കുട്ടികളുടെ മനസ്സെന്ന് പറയുമ്പോൾ അവർക്ക് പോസിറ്റീവായി ആ കുട്ടിയെക്കുറിച്ച് പറയാൻ പറ്റണം. വേറൊരു ഉദാഹരണം, ഇന്ന് ഞാനൊരു എൻജിനീയറിങ്ങിന് ഫെയിലുവറായിപ്പോയ 2 കുട്ടി, അവന് 21 വയസ്സായി. അവൻ എഞ്ചിനീയറിംഗ് കോളേജ്, അവനിവിടെ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അവൻ എഞ്ചിനീയറിംഗിന് ഫെയിലായി. 24 ബാക്ക് പേപ്പർ ഉണ്ട്. ഏകദേശം മനസ്സ് തകർന്ന് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് അമ്മയുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് കേട്ട്. അത് പറഞ്ഞ് സാറേ എൻ്റെ പ്രശ്നം ഈ ഇരിക്കുന്ന അമ്മയാണ്. ഞാൻ രാവിലെ 8 മണിക്ക് 7 മണിക്ക് എണീറ്റില്ലെങ്കിൽ അമ്മ വെള്ളം കോരി എൻ്റെ പുറത്തൊഴിക്കും. അച്ഛൻ എന്നെ ആവശ്യത്തിൽ കൂടുതൽ വഴക്ക് പറയും, മണ്ടാന്ന് വിളിക്കും, പൊട്ടാന്ന് വിളിക്കും. അങ്ങനെ എൻ്റെ മനസ്സ് തകർന്നു. എനിക്കൊന്ന് ആത്മഹത്യ ചെയ്താൽ മതി, ജീവിക്കാൻ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കുട്ടിയെ ആരായിരിക്കും ഇങ്ങനെ ആക്കിയത്? സ്കൂളിലെ ടീച്ചേഴ്സാണോ? അല്ല, മറിച്ച് പലപ്പോഴും ഈ കുട്ടിയെ സംബന്ധിച്ച് ഹീസ് എ ലേറ്റ് ലേണർ. അയാൾക്ക് രാത്രി താമസിച്ചേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ആ കുട്ടിയെ പകൽ നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അങ്ങനെ എണീക്കാൻ കഴിയണമെന്ന് വരെ നിർബന്ധം ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സ്റ്റഡി ടൈം ഉണ്ടെങ്കിൽ ഈ സ്റ്റഡി യുവർ സബ്ജക്റ്റ് ഇൻ ദാറ്റ് ടൈം. ബയോളജിക്കലി പോസിബിളായ സമയത്ത് പഠിച്ചാൽ മതി. എപ്പോഴും ഇരുന്ന് പഠിക്കണമെന്ന് ഇല്ല. കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിനകത്തൊരു പ്രോഗ്രാം വയ്ക്കണം. 2 പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥയാണ്. 2 ഇങ്ങോട്ട് കുട്ടികളെ കാണാനാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ കാര്യം കൂടെ നോക്കി. അദ്ദേഹം പറയുന്നത്, ഞാൻ അമേരിക്കയിലെ പ്രസിദ്ധമായ കോളേജിൻ്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ അഡ്മിഷൻ കിട്ടി ഡിഗ്രിക്ക്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് പഠിക്കും. പഠിച്ച് അവർ എൻജിനീയേഴ്സായി, പ്രോജക്റ്റ് ലീഡേഴ്സായി. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച സകല കുട്ടികളും വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയിലാണ്. ആ കമ്പനിയുടെ CEO ഞാനാണ്. അപ്പോൾ ഒരു ഫെയിലുവർ വന്ന ബിൽ ഗേറ്റ് ഇപ്പോഴും അദ്ദേഹം ഡിഗ്രി ഒന്നും പാസ്സായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയുടെ പഠന മികവ് എന്ന് പറയുന്നത് മാർക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാരൻ്റ്, ഏതെങ്കിലും ഒരു കുട്ടി മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ മനസ്സിലാക്കുക, അതൊരു വലിയ പോരായ്മ അല്ല. നിങ്ങളെ പഠന രീതിയിലൊരു മാറ്റം വരുത്തിയാൽ മതി. ആ രീതി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. കുട്ടികളോട് മോനെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, 2 തരം കുട്ടികൾ ലോകത്തുണ്ട്. ഒന്ന് 100 മീറ്റർ സ്പ്രിൻ്റ് ഓടും പോലെ ഓടുന്ന കുട്ടികൾ, ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിയും. ദേ ആൾ കാൾഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. മോളെ പേരെന്താ? എല്ലാം A+ കിട്ടാറുണ്ടോ? എല്ലാം കിട്ടൂല. അതെ, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം കിട്ടൂല, മിക്കവാറും കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല. ഈ കുട്ടി ഗിഫ്റ്റഡ് എന്നല്ല പറയേണ്ടത്, ഷീസ് ഗിഫ്റ്റഡിന് പകരം ഞങ്ങൾ പറയുന്നത്, ഈ കുട്ടി ഓടുന്നത് മാരത്തോണാണ്, സ്പ്രിൻ്റ് അല്ല. 100 മീറ്റർ സ്പീഡിൽ ഓടണ്ട, മറിച്ച് ഏത് ഓടിയാൽ മതി? സ്പ്രിൻ്റ് ഓടിയാൽ മതി. സ്പ്രിൻ്റ് എന്ന് പറയുമ്പോൾ 46 കിലോമീറ്റർ ഓടുന്നതിന് പറയുന്ന പേരാണ് നമ്മൾ മാരത്തോൺ. സ്പ്രിൻ്റ് ഓടാൻ പറ്റുക മീൻസ് ചില കുട്ടികൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് പോലെ പഠിക്കും, അതുകൊണ്ട് അവൻ്റെ ലൈഫ് വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ 2 തരം സ്റ്റുഡൻസ്, സ്പ്രിൻ്റ് ഓടും, മറിച്ച് ഏത് ഓടും? മാരത്തോൺ. നിങ്ങൾ എന്തോ ഓടിക്കോ, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, ഒരു 16-17 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 15 വയസ്സാവുമ്പോൾ നമ്മുടെ കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയുന്ന ഒരു ടെസ്റ്റ് നടത്തുക, സൈക്കോമെട്രിക് അനാലിസിസ് നടത്തുക. ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നടത്തുമ്പോൾ ഓൺലൈനിലും ചെയ്യാം, ഫ്രീ ആയിട്ട്. നിങ്ങൾ ChatGPT ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞുതരും, ഹൗ ടു കണ്ടക്ട് എ സൈക്കോമെട്രിക് ടെസ്റ്റ്. അത് നിങ്ങൾ നടത്തുമ്പോൾ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല, പക്ഷെ അങ്ങനെ നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സിവിൽ സർവീസിന് ഇൻ്റർവ്യൂ പോകാൻ ഒരു കുട്ടി എൻ്റെ കാല് തൊട്ട് തൊഴിലാൻ വേണ്ടി വന്നു. ചുമ്മാണ്, ഞാൻ അവൾക്ക് പണ്ട് കൗൺസിലിംഗ് എടുത്തിട്ടുണ്ട്. കാര്യമൊന്നും, അവൾ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു, എന്ത് പഠിക്കണം?
അപ്പോൾ അവർക്ക് ഡോക്ടർ ആവണ്ട, മാർക്കുണ്ട്. എഞ്ചിനീയറാണ്. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ, ടിസ്സിൽ ഒരു ടെസ്റ്റ് എഴുത്. ടിസ് എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. ടെസ്റ്റ് എഴുതിയാൽ അവിടെ ഗ്രാജുവേഷനുണ്ട്. അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ സമൂഹത്തിൻ്റെ ചില കാര്യങ്ങൾ പഠിക്കുന്നൊരു വിഷയമാണ്. ആ കുട്ടി ആ വിഷയം പഠിച്ചു, അതിൽ ഭേദപ്പെട്ട മാർക്ക് മേടിച്ചു, തിരിച്ചിവിടെ തിരുവനന്തപുരത്ത് വന്നു. കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഡോക്ടറായി. ഈ കുട്ടി കഴിഞ്ഞ വർഷം IRS പാസ്സായി, റവന്യൂ ടെസ്റ്റ് IAS അടുത്താണ്. ഇപ്രാവശ്യം ഉറപ്പാണ് ആ കുട്ടിക്ക് ഈ സാധനം കിട്ടും. ഷീസ് ഓൺലി 22. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല. ഞാൻ ആ കുട്ടിക്ക് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു, നീ എഞ്ചിനീയർ ആവാൻ ജനിച്ച കുട്ടിയല്ല, ഡോക്ടർ ആവാൻ കുട്ടിയല്ല, നിനക്ക് കുറച്ചും കൂടെ ഈസി ഈ സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള വിഷയം എടുത്താൽ. ഇത് ഇവിടെ കേരളത്തിൽ തന്നെ പഠിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് ലോകമിങ്ങനെ ഓപ്പണായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ടെസ്റ്റ് എഴുതാം, ഓൺലൈനായിട്ട് എഴുതാം, അത് നിങ്ങൾക്ക് ട്രിനിറ്റിയിൽ എഴുതാം, MITയിൽ എഴുതാം. ലോകം തുറന്നു കിടക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലെ അധ്യാപകരുമായോ നെറ്റിലെ കയറി നോക്കിയിട്ട് എനിക്ക് എവിടെയൊക്കെ എൻ്റെ ബുദ്ധി ഉപയോഗിക്കാമെന്ന് പഠിക്കുക. നിങ്ങളുടെ മനസ്സ് ഓപ്പണാണ്. 40 കഴിവുകളാണ് നിങ്ങൾക്കുള്ളത്. എത്ര? 40. അതെല്ലാം അവിടെ പറയാൻ എനിക്ക് പറ്റൂല. 400ഓളം ഇമോഷൻസ് സ്ട്രോങ് ആണെങ്കിലേ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വിദ്യാർത്ഥിയാവാൻ പറ്റും. നല്ല ഇമോഷൻസ് ഉണ്ടാവണം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാപ്പി മൂഡിലേക്ക് മനസ്സ് മാറി കിട്ടണം. ഇവിടെ ഞാനൊരു കുഞ്ഞ് രഹസ്യം പറയാം. ഞാൻ ദിവസം ഒരു 7-8 മുതൽ 10 കുട്ടികൾക്ക് വരെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു 4-5 നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും നല്ല കക്ഷികൾ ഫ്രണ്ട്സാണ്. 4-5 നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ കുട്ടി മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള കുട്ടിയായിരിക്കും. മനസ്സിലാക്കുക, 4-5 നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അധ്യാപകരുടെ ജോലിയാണ്, പാരൻസിൻ്റെ ജോലിയാണ്. ആ കുട്ടികളുടെ വീട്ടിൽ നിങ്ങൾ പോകേണ്ടത് പാരൻസിൻ്റെ ജോലിയാണ്. കുട്ടി ആ വീട്ടിൽ അയക്കണം. ഈ ഫ്രണ്ട്സുമായിട്ട് ഈ കുട്ടി സംസാരിക്കണം. അവൻ്റെ മനസ്സ് ഓപ്പണപ്പ് ആവണം. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ കഴിയില്ല. ഫ്രണ്ട്സൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന സാധനമാണ്? സ്കൂള്. ശരിയല്ലേ? അപ്പോൾ സ്കൂളിൽ പോകുന്നത് എന്തിനാ? മോളെന്തിനാ സ്കൂളിൽ പോണേ? എന്ത് മണ്ടത്തരം പറഞ്ഞു. എനിക്ക് ചോദിക്കുന്ന വിഷമമില്ലല്ലോ. മോളെ പേരെന്താ? ശ്രദ്ധിച്ചോളെ പാരൻസുകൾ ഉത്തരം. പേരെന്താ? മോൾ എന്തിനാ സ്കൂളിൽ പോണേ? പഠിക്കാൻ. ഇരുന്നോളൂ. പഠിക്കാനും ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഞാൻ ഒരു കുഞ്ഞു കാര്യം ചോദിക്കാം. ഈ മോള് പഠിച്ചത് ഞാൻ എങ്ങനെ അറിയും? മോള് സത്യം പറഞ്ഞേ. മോളെ പേരെന്താണ്? അമൃത. സ്കൂളിൽ പോണത് പഠിക്കാനാണ്. ഞാൻ എങ്ങനെ അറിയും? ഞാൻ രാത്രി 7 മണിക്ക് എനിക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയും? പാരൻസിനോട് ചോദിച്ചാൽ അറിയാതെ. അങ്ങനെ അത് എനിക്ക് പാടല്ലേ? എളുപ്പവഴി എന്താ? മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? +1 മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ച് നീ കണ്ടാൽ അറിയാൻ പറ്റും ഇയാൾ പഠിക്കോ ഇല്ലേ. എളുപ്പമല്ലേ? അപ്പോൾ എന്തിനാ സ്കൂളിൽ പോണത്? മാർക്ക് ലിസ്റ്റ് കിട്ടാൻ. മാർക്ക് ലിസ്റ്റ് എന്തോന്ന് വേണം? ചെറിയ മാർക്ക് മതിയോ? പിന്നെ ഫുള്ള് വേണോ? വേണ്ട. മാക്സിമം മാർക്ക്. നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കുട്ടിക്ക് മാക്സിമം മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഈ ക്ലാസ് ഉപകരിക്കും. സ്കൂളിൽ എന്തിനാ പോണേ? എന്തോന്നിനെ പറയാം? മാക്സിമം മാർക്ക്. ഒന്ന് ഉറക്കെ പറഞ്ഞ എന്തിനാ പോണേ സ്കൂളിൽ? മാക്സിമം മാർക്ക്. എളുപ്പമാണ്. അപ്പോൾ മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടി സ്കൂളിൽ പോയാൽ യു വിൽ ബിക്കം മൈൻഡ്ഫുൾ. നിങ്ങൾ അതിൽ ശ്രദ്ധ വരും. പാരൻസ് ആഗ്രഹിക്കുക. അവർ വെറുതെ പറഞ്ഞു വിടല്ലേ. മാക്സിമം മാർക്ക് ഒരു കാര്യം. മാക്സിമം മാർക്ക് കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദിവസം ഒരു 100 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. അതിങ്ങനെയാണ്. അന്ന് പഠിച്ച വിഷയത്തെ വൈകുന്നേരം ശ്രദ്ധിച്ചിരുന്ന് ഉറക്കെ ഒന്ന് വായിക്കുക. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. അപ്പം മെമ്മറി കിട്ടും. വായിച്ച സാധനം ഒന്ന് പറഞ്ഞു നോക്കുക, എഴുതി നോക്കുക, പോയിന്റ് മാത്രം എഴുതുക. റീഡ്, റിസൈറ്റ്, റൈറ്റ്, റിപ്പീറ്റ്. ഓർ ദ പാരൻസ്. ഈ 4 പ്രോസസ്സ് കുട്ടികൾ ചെയ്താലേ അവർക്ക് മാർക്ക് കിട്ടുള്ളൂ. റീഡ്, പറഞ്ഞു നോക്കുക, റിസൈറ്റ്, റൈറ്റ് ആൻഡ് റിപ്പീറ്റ്. അവിടെ ഒരു പ്രശ്നം, സ്പ്രിന്റ് ഓടുന്ന കുട്ടികൾക്ക് ഒരിക്കൽ വായിച്ചാൽ മതി. മാരത്തോൺ ഓടുന്ന അല്പം IQ കുറഞ്ഞ, ശ്രദ്ധിക്കുക, 2 തരം IQ ഉള്ള കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട്. ഒന്ന് ഈ 120 IQ, നമുക്ക് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നേനെ. 2 80 IQ. 80 IQ ഉള്ള കുട്ടിക്ക് ഒരിക്കൽ വായിച്ചാൽ പോരാ, അവന് 7 പ്രാവശ്യം വായിക്കേണ്ടി വരും. 120 IQ ഉള്ള കുട്ടി ഒരിക്കൽ വായിച്ചാൽ മതി, അവർ പെട്ടെന്ന് മനസ്സിലാവും.
അപ്പം നമ്മുടെ കുട്ടിയുടെ IQ നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല. ഇവിടെ ഈ കേരളത്തിലുള്ള മിക്കവാറും ടീച്ചേഴ്സിന് പോലും അവർ IQ, ഞാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇവർ IQ ചോദിച്ചാൽ അവർക്കറിയില്ല. അപ്പം പിന്നെ എങ്ങനെ കുട്ടികൾക്ക് അറിയാൻ പറ്റും? അപ്പം നമ്മൾ പഠിക്കാൻ അല്പം ബാക്കിലാണ് അതിൻ്റെ അർത്ഥം. ഈ കുട്ടിക്ക് IQ ലെവൽ അല്പം കുറവാണ്. IQ ലെവൽ കുറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. സച്ചിൻ തെണ്ടുൽക്കറിന് IQ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പഠിത്തത്തിൽ അല്പം ബാക്കിലായി, ലൈഫിൽ വിജയിച്ചു. അപ്പോൾ വേറെ ഏതോ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിനെ EQ എന്ന് പറയും, ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ്, വൈകാരിക ബുദ്ധി, പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്. തോൽവി വന്നാൽ അവിടെ നിന്ന് തിരിച്ച് ബൗൺസ് ബാക്ക്, തിരിച്ചു വരാനുള്ള കഴിവ്. കുട്ടികളുടെ മനസ്സ് അങ്ങനെ കരുത്തുള്ള മനസ്സാകുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു കുട്ടിയാകാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ പോകണം എന്തിനാണ്? ഉറക്കെ മാക്സിമം മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം മോളെ? എങ്ങനെ പഠിക്കണം? റീഡ്, റിസൈറ്റ്, റൈറ്റ്, റിപ്പീറ്റ് എവരി ഡേ. അത് തീർന്ന്. ഇതങ്ങനെ ചെയ്താൽ A+ ഉറപ്പാണ്. എന്നും അങ്ങനെ പഠിക്കുന്നുണ്ടോ? ഇല്ല. ശരിയല്ല? ഇല്ല. അപ്പോൾ അതിനാണ് ഈ ക്ലാസ് ഇരിക്കണേ. പാരൻസ് കേട്ടോ, കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ടൈം ഉണ്ടാക്കി കൊടുക്കുക. 7 തൊട്ട് 8 വരെ പഠിക്കണം. അതായത് രാവിലെ 4 തൊട്ട് 5 വരെ പഠിക്കണം. ആ സമയത്ത് TV ഓഫ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. കാരണം മൊബൈൽ ഫോൺ കയ്യിലിരുന്നാൽ കുട്ടികൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോണിൽ നോക്കും. ഞാനൊക്കെ പണ്ട് ചെറുതിലെ എൻ്റെ വീട്ടിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്രം എടുത്ത് വായിക്കും. പക്ഷെ എൻ്റെ മോൻ പത്രം വായിക്കാറില്ല. കാരണം മൊബൈൽ ഫോണാണ് നോക്കുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. പത്രം വായിച്ചാൽ അതിൻ്റെ 12 പേജ് തീരുമ്പം തീർന്ന്. മൊബൈൽ ഫോൺ തീരൂല. ഒരു വാർത്ത കഴിയുമ്പോൾ അടുത്തവൻ വരും, അത് കഴിയുമ്പോൾ അടുത്ത് വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സമയം പോവും. മോക്ക് ജോലി കിട്ടണ്ടേ? എത്ര വയസ്സിൽ? 25 വേണ്ട, 22 അല്ലെങ്കിൽ 23 ജോലി കിട്ടിയിട്ട് മൊബൈൽ ഫോൺ കണ്ടോ? അതുവരെ അടുത്തവരുടെ പോയിന്റ് ശ്രദ്ധിക്കുക. അതുവരെ മൊബൈൽ ഫോൺ കാണാം. ഏത് കാണാം? ഞാൻ ഇന്നാൾ എൻ്റെ വീട്ടിലൊരു കുട്ടി പഠിക്കാൻ വളരെ മോശമാണ്, വീട്ടിൽ പൈസ ഇല്ല, അവൻ പഠിക്കാൻ പറ്റുന്നില്ല, ട്യൂഷനില്ല. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും. ഏത് സിലബസ്? അത് കേരള സിലബസാണ്. ഞാൻ പറഞ്ഞ മക്കളെ, യൂട്യൂബിനകത്ത് ഇല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. നീ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവണം. ഏത് നോക്കണം? ചാനൽ എടുക്കണം. ഏത് ചാനൽ? എഡ്യൂക്കേഷൻ ചാനലുണ്ടല്ലോ, അതിനകത്ത് അവൻ പറഞ്ഞു അവന് ഫോട്ടോ സിന്തസിസ് മനസ്സിലാവുന്നില്ല. ഞാൻ ഉടനെ തന്നെ ചാനലെടുത്ത് കൈ കൊടുത്തു. നീ ഇത് പഠിക്കാൻ പറഞ്ഞു. 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ ചോദിച്ചു ഫോട്ടോ സിന്തസിസ് എന്താണ്? അവനറിയാം. അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ് വേണോ? വേണ്ട. ഇനി അല്ലെങ്കിൽ ഇതിനകത്ത് AI ഉപയോഗിച്ചാൽ മതി, ChatGPT. അതിനകത്ത് ചോദിക്കുക, I am a 12-year-old girl, I want to know what photosynthesis is. അവൻ 15 സെൻറ്റൻസ് എഴുതി തരും. നമ്മളത് പഠിച്ചാൽ പോരെ? അപ്പോൾ മൊബൈൽ ഫോൺ തെറ്റാണോ? അല്ല. അഡിക്റ്റ് ആകുന്നത് തെറ്റാണ്. ശ്രദ്ധിക്കുക, പാരൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ബ്രെയിൻ ഉണ്ട്, ഈ തലച്ചോറ് കുട്ടികളുടെ, ഇതാണ് ബ്രെയിൻ. ഈ സാധനം ഓണായാലേ പഠിക്കാൻ പറ്റുമോ? അത് ഓൺ ആകണമെങ്കിൽ ഒരു 15-30 മില്ലി ഡോപ്പമിൻ മതി. മൊബൈൽ ഫോൺ കാണുമ്പോൾ ഹാപ്പിനെസ് കൂടും ഇല്ലേ? മൊബൈലിൽ എന്താ മോള് കാണുന്നത്? മോൾ ആലോചിക്കണം. ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യം എൻ്റെ അടുത്താണല്ലോ. എന്താ കാണുന്നത് മൊബൈൽ ഫോണിൽ? പഠിക്കാനല്ലാതെ ഗെയിമൊക്കെ കാണൂല, പഠിക്കുകയാണ്. ബുക്ക് വായിക്കണം, മൂവിയൊക്കെ കാണും. ഓക്കെ, പിന്നെ റീൽസ് കാണും. ശ്രദ്ധിക്കുക, ഇത് രണ്ടും നല്ല ആൻസറാണ്. പക്ഷെ പ്രശ്നം, ഇപ്പോഴും കാണുന്ന പല മൂവികളും നമുക്ക് വേണ്ട മൂവികളല്ല, അല്ലേ? പല മൂവി കാണുമ്പോൾ ഒരു ത്രില്ലൊക്കെ തോന്നും. ആവേശ സിനിമ കണ്ട അതിലെന്താ പറയണേ? മാതാപിതാക്കളെ മാപ്പ്, ഇല്ലേ? ഞാൻ അല്പം അലുമ്പൊക്കെ കാണിക്കാൻ എന്നോട് ക്ഷമിക്കണം. പിന്നെ അതിൻ്റെ 2 വരി വേറെ അതിനകത്ത് അത്രമാത്രം. ഇല്യൂമിനാറ്റി വേറെ ഒരു വരി അറിഞ്ഞോളൂ. പിന്നെ വേറെ എന്താണ്? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചത്. തീർന്നില്ലേ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടി വല്ലവനെ കുത്തി കൊല്ലണ്ടേ? അത് കഴിഞ്ഞ് ഞാൻ പത്രം നോക്കുമ്പോൾ, അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ 14 വയസ്സായ കുട്ടി ഇവരത്തിനെ കുത്തി കൊല്ലുന്നു. ശരിയല്ലേ? അത് കുത്തികൾ അവൻ ഇങ്ങനെ കുത്താണ്. ഈ കുത്ത് എവിടെ നിന്ന് കണ്ടത്? അവനെവിടെ കണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തലമുറ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫിലിമിനൊക്കെ വളരെ വലിയ രീതിയിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾ കണ്ടോട്ടെ. പക്ഷെ അത് കാണുമ്പോൾ കുട്ടികൾക്കൊരു ബോധം കൊടുക്കണം. ഇത് ഫുൾ ടൈം ഇരുന്ന് കണ്ടാൽ ബ്രെയിനിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കണേ പാരൻസേ, ഈ നിങ്ങളൊരു ഗെയിം കാണുമ്പോൾ ത്രില്ലാണ് മനസ്സിനകത്ത്. ഈ ത്രില്ല് 30 യൂണിറ്റ് മതി ഡോപ്പമിൻ. 45,000 വരെ പോവും. ത്രില്ലാവും, പിന്നെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ കുട്ടികളായി മാറിപ്പോൾ. അപ്പോൾ കുട്ടികളും കൗമാരവും മനസ്സും എന്ന് പറയുമ്പോൾ കഴിയുന്നിടത്തോളം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, നല്ലതിന് വേണ്ടി മാത്രം. ഇനി സിനിമ കണ്ടേ പറ്റുള്ളെങ്കിൽ പാരൻസിൻ്റെയും കൂടെ അനുഭവത്തോടു കൂടി ഒരു സിനിമ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊലപാതകം അറപ്പില്ലാത്ത സാധനമായി മാറും, തല്ലുന്നത് കുഴപ്പമില്ലാത്ത സാധനമായി മാറും,
തെറി വിളിക്കുന്നതും കുഴപ്പമില്ലാത്തതായി മാറി. ഇപ്പോഴും ഞാൻ സ്കൂളുകളിൽ പോകുമ്പോൾ പാരൻസ് വിശ്വസിച്ചാലില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, കുട്ടികൾ അതിഭയങ്കരമായി മുട്ടൻ തെറി വിളിക്കുന്നു. തെറി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ കൊള്ളാം, പക്ഷേ കുട്ടികൾ അങ്ങനെ ശരിയല്ലേ ഞാനീ പറയുന്നത്? ആണോ അല്ലേ? മോൻ്റെ പേരെന്താ? എവിടെ വീട്? പാപ്പനം കൂടുള്ള അർജുൻ അദ്വൈത് പറയുന്നത് ശരിയാണ്. ഞാൻ നോക്ക്, അവൻ നല്ല പയ്യനാണ്, ഇവിടെ വന്നിരിക്കണമെങ്കിൽ അയാൾ നല്ല കുട്ടിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലാസ്സിനകത്ത് മറ്റേ കുട്ടികൾ തെറി വിളിക്കുന്നു. എൻ്റെ ഒരു അമ്മ വീട്ടിൽ വന്ന് പറയും, മകൻ എന്നെ തെറിയെ വിളിക്കുന്നുള്ളൂ. തെറി എന്ന് പറഞ്ഞാൽ എന്നെ ഇത് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ ഞാൻ അത്രയും സ്റ്റാൻഡേർഡ് തെറി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര പവർഫുള്ളായിട്ട് വിളിക്കുകയാണ്, അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ അമ്മയെ തല്ലും. ഇതെവിടെ നിന്ന് പഠിച്ചത്? ഫ്രണ്ട്സ് ശരിയല്ല. അപ്പോൾ നമ്മുടെ വിഷയം കൗമാര കുട്ടികളുടെ മനസ്സുമെന്നാണ്. അപ്പോൾ അവിടെ നിങ്ങളെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന പ്രോഗ്രാമുകളുള്ള ഫിലിമുകൾ ദയവായി കുട്ടികളെ കാണാൻ കൊടുക്കാതിരിക്കുക. അത് കുട്ടികൾ അങ്ങനെ ആയിപ്പോവും. ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ മാറ്റാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ മൊബൈൽ ഫോണിനെ ഉപയോഗിക്കുക. അത് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല സിനിമ കണ്ടോ, നല്ല പാട്ട് കേട്ടോ, നല്ല മ്യൂസിക് കേട്ടോ, നല്ല എഡ്യൂക്കേഷണൽ ചാനൽ കണ്ടോ, അല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ ക്രൈമുകൾ കണ്ടാൽ ഡോപ്പമിൻ്റെ അളവ് അതിലോട്ട് കൂടുന്നത് കാരണം ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളായി മാറി. ഞാൻ തുടങ്ങിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥ പറഞ്ഞിട്ടാണ്. ഫെയിലുവറിനെ വിജയമാക്കി മാറ്റി പിന്നീട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പാരൻസും കുട്ടികളും വിചാരിക്കേണ്ടത്, എവിടെയെങ്കിലും ഫെയിലുവർ വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യണം, അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണം, അവരെ കൂടെ നിൽക്കണം. ഈ നമ്മുടെ മക്കളെയൊക്കെ, എൻ്റെ ഇന്ന് വന്ന എഞ്ചിനീയർ പയ്യൻ പറഞ്ഞു, തോറ്റുപോയി. അവൻ പറഞ്ഞത്, എൻ്റെ അമ്മ പടിയട പട്ടി എന്നൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞു, നിന്നെ എന്ത് വിളിക്കണം? എടാ മോനെ പടിയടാന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും സാറേ. അപ്പോൾ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു, എടാ മോൻ, അവൻ 21 വയസ്സായിട്ട് അവൻ മോനെ പടിയടാന്ന് പറഞ്ഞ് എൻ്റെ നീ ആൺകുട്ടി തന്നെയല്ലോ, തോളിൽ അല്ലാതെ തൊടാനൊന്നും സമ്മതിക്കാൻ പാടില്ല. നമ്മുടെ ദേഹത്താരും ടച്ച് ചെയ്യണ്ട, ആരും, ഒരു അധ്യാപകനും അമ്മ അച്ഛനല്ലാതെ ആരും എങ്ങും തൊടേണ്ട കാര്യം ഇല്ല. തൊട്ടാൽ നോ പറയണം. എന്തോ പറയണം? സ്കൂളിൽ പോകുന്നത് നോ പറയാൻ പഠിക്കാനാണ്, വേണ്ടേ? സ്കൂളിൽ പോകുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നോ പറയാൻ പഠിക്കണം, തെറി പറയാൻ പഠിക്കണ്ട. ശരിയല്ലേ? അത് കേട്ടിട്ടില്ലേ സ്കൂളിലൊക്കെ ചില കുട്ടികൾ കൊണ്ട്? മോക്ക് എത്ര വയസ്സായി? 11 വയസ്സായ കുട്ടി പോലും ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ പാരൻസ് അറിയാത്തതുകൊണ്ടാണ് പല കുട്ടികളും വലിയ പ്രശ്നമാണ്. തീർന്നില്ല. അടുത്ത കാലത്ത് ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ 6ാം ക്ലാസ്സിലെ ഒരു ബോയ് അതേ ക്ലാസ്സിലുള്ള ഒരു ആൺകുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുവരുത്തി ഇടി. അവൻ അവൻ മറ്റേ ആവേശത്തിലെ മറ്റവനായിട്ട് നിൽക്കുകയാണ്, ഇടിയായി ഒറ്റ കാര്യം അവനുള്ളൂ, അവന് എന്ന് 2 മഞ്ച് കൊണ്ട് കൊടുക്കണം, കൊടുത്തില്ലെങ്കിലാണ് ഇടി. അതുകൊണ്ട് പേടിച്ച് മറ്റവൻ ക്ലാസ്സിൽ പോകില്ല. ഈ തരം വയലൻസ് സ്കൂളിലുണ്ട്, ഈ പ്രശ്നങ്ങൾ സ്കൂളിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ വഴികളിൽ കുട്ടികൾ ചാടാതെ നോക്കേണ്ടത് ആരുടെ ജോലി? നമ്മുടെ ജോലി. മാഡം എത്ര തന്നെ സമയമില്ലെങ്കിലും മൊബൈൽ ഫോൺ കണ്ടിട്ട് ആഹാരം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം അത് അത്രയും പഠിക്കാൻ പറ്റിയ ഉപകരണമാണ്, അത് പഠിക്കാൻ യൂസ് ചെയ്യുക. വെറുതെ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാതെ ഇരിക്കുക. അപ്പം നമ്മൾ തുടങ്ങിയ പോയിന്റ് എവിടെയാണ്? എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞു? 400ഓളം ഇമോഷൻ. അതിൽ ഹാപ്പിനെസ് എന്നുള്ള ഇമോഷനുള്ള കുട്ടികൾ വിജയിക്കും. ഹാപ്പി ആവുക. ഫെയിലുവർ വന്നാൽ മനസ്സിലാക്കുക, ഇത് എൻ്റെ വിഷയമല്ല, ഞാൻ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പഠിക്കും. എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ ഓടുന്നത് എപ്പോഴും സ്പ്രിൻ്റ് ആവണമെന്നില്ല. സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നതിന് പറയുന്ന പേരാണ് സ്പ്രിൻ്റ്. എല്ലാ വിഷയങ്ങൾക്കും എപ്പോഴും A+. അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. A+ കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ A+ കിട്ടാൻ ഫുൾ A+ വേണമെന്ന് ഇല്ല. കേരളത്തിൽ നേരത്തെ എൻ്റെ സുഹൃത്തും എൻ്റെ ഒക്കെ ആയ ഗിരീഷ് പുലിയൂരി സാറ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം പറഞ്ഞു പോയി, ആരും ശ്രദ്ധിച്ച് കണ്ടില്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്നത്, 1 സാറ് പറഞ്ഞത് പഠിക്കാൻ, ഞാൻ പറഞ്ഞ മാക്സിമം മാർക്ക്. 2, നിങ്ങൾ വിദ്യ കൊണ്ട് സമ്പന്നരാവണം. അവിടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ആചാര്യാൽ പാദമത്രേ. സാറന്മാർക്ക്, അധ്യാപകർക്ക് 4-1 ഭാഗമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എത്ര നല്ല സ്കൂളിലും എത്ര നല്ല അധ്യാപകർക്കും 4-1 പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളുടെ 4-1. ആചാര്യാൽ പാദമത്രേ, പാദം ശിഷ്യ സ്വമേധയ. ബാക്കിയുള്ള 4-1 കുട്ടികൾ സ്വയം പഠിച്ചെടുക്കണം. ഫ്രണ്ട്സുമായിട്ട് കളിച്ച് പഠിക്കണം,
അപ്പോൾ ആചാര്യാൽ പാദമത്രേ. അപ്പം ആചാര്യന് നിങ്ങളുടെ കുഞ്ഞ മനസ്സിൻ്റെ 1/4 മാത്രമേ സ്വാധീനിക്കാൻ പറ്റൂ. പാദം ശിഷ്യ സ്വമേധയ, ബാക്കിയുള്ള 4 ശിഷ്യന്മാർ പഠിക്കണം. പാദം ബ്രഹ്മാചാരഭ്യ, ബാക്കിയുള്ള 4 ബ്രഹ്മാവിൻ്റെ ചരാചരങ്ങളെ നോക്കി പഠിക്കണം, കണ്ടു പഠിക്കണം, അനുകരിച്ച് പഠിക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? അധ്യാപകർ എത്ര പഠിപ്പിക്കും? 4 മിടുക്കി, കൺഗ്രാജുലേഷൻസ്, താങ്ക് യു. നല്ലൊരു ക്ലാപ്പ് എടുത്താവും. ആചാര്യാൽ പാദപത്രേ, പാദം ശിഷ്യ സ്വമേധയ, ബാക്കിയുള്ള 4 ശിഷ്യന്മാർ സ്വയം പഠിക്കണം. പാദം ബ്രഹ്മാചാരാഭ്യ, ബ്രഹ്മാവിൻ്റെ ചരാചരങ്ങളെ കണ്ടു പഠിക്കണം. കൊക്കിനെ കണ്ടാൽ പഠിക്കാം, ഇങ്ങനെ സൂക്ഷിച്ചിരിക്കണം. പട്ടിയെ കണ്ടു പഠിക്കാം, പട്ടി രാത്രി ഉറങ്ങാറില്ല. കാക്കയെ കണ്ടു പഠിക്കാം, കാക്ക വൃത്തിയാക്കും. ഇത് നോക്കി പഠിക്കുന്ന പ്രകൃതി പഠനം എന്ന് പറയും. അതിപ്പോഴും കേരളത്തിൽ കുറവാണ്. പാദം കാലക്രമേണതോ, ബാക്കിയുള്ള 4 കാലക്രമേണ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ സ്കൂളിൽ പോയാൽ എല്ലാം ആയില്ല. അപ്പോൾ നമ്മൾ ഈ കാലക്രമേണ എന്ന് പറയുമ്പോൾ വീടുമായി ചേർന്ന് നിന്നാലേ അത് കിട്ടൂ. പാരൻസിൻ്റെ കൂടെ നിൽക്കണം, അങ്കിൾ പറയണ കേൾക്കണം, ആൻറ്റി പറയണ കേൾക്കണം, കസിൻസ് പറയണ കേൾക്കണം. ഇവിടെയൊക്കെ നല്ല ആരെ കിട്ടിയാലും പറയണ കേൾക്കാം. ഇത്രയും കാര്യം മനസ്സിലായപ്പോൾ സ്കൂളിൽ പോണത് 1 പഠിക്കാൻ മാക്സിമം മാർക്ക്, 2 നല്ല ഫ്രണ്ട്സ്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് മോശം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. അവരുമായി കൂട്ടുകൂടാൻ സമ്മതിക്കണ്ട, അവരെ ബർത്ത്ഡേക്ക് പോകണ്ട, അവരോട് ഡാൻസ് കളിക്കാൻ പോകണ്ട, നല്ല ഫ്രണ്ട്സിനോട് പോയാൽ മതി. കാരണം ഈ ക്ലാസ്സിൽ കിട്ടുന്ന 3-4 നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ കുട്ടി ഭയങ്കര മെച്ചപ്പെടും. അങ്ങനെ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ലൈഫിൽ മെച്ചപ്പെടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കൂ, നിങ്ങൾ ശരിയല്ലേ സാറ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക്, സാറിൻ്റെ കുട്ടികൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? വലുതായി. എന്നാലും സാർ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേരെന്താണ്? ഓക്കെ, ഇവിടെ വീട് സാറിൻ്റെ വട്ടപ്പാറ. ഓക്കെ, ഞാൻ ഒരാളിരുന്നുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ചോദ്യം ആർക്ക് ചോദിക്കണം, ഉത്തരവൊന്നും പറയണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ 40 കഴിവ്, ഈ 40 കഴിവ് ഇതിൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക. സ്പ്രിൻ്റ് ഓടുമല്ലോ, മാരത്തോൺ ഓടും. ചില കുട്ടികൾക്ക് സ്പ്രിൻ്റ് ഓടാൻ പറ്റില്ല. അവരൊരു 18 വയസ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അകത്തുള്ള ഇൻ്റലിജൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കേരളത്തിലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാരെന്ന് കേട്ടാൽ നിങ്ങൾ ആരെ പേര് പറയും? ഒരു അത്യാവശ്യം വന്നു, ഒരു വീട് ജപ്തി ചെയ്തു, നിങ്ങൾ ആരെ വിളിച്ച് പറയും? വീട് ജപ്തിയാണ്, ഇയാളൊന്ന് സഹായിക്കണം, ആരുടെ പറയും? മുഖ്യമന്ത്രിയെ വിളിക്കുമോ? ബന്ധുക്കളോട്. ഓക്കെ, അത് ഒരു ഓക്കെ, ബന്ധുക്കൾക്ക് അത്രയും പൈസ ഇല്ല, നമ്മൾ ആരെ വിളിക്കും? ടി വിയിൽ വിളിച്ച് പറയും അല്ലേ? കൂട്ടുകാർ അത്രയും കൊടുക്കാനില്ല, ഒരു 50 ലക്ഷം രൂപ വേണം, കൂട്ടുകാർ കൊടുക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോട് സഹായം ചോദിക്കും? കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ബാങ്കിനോട്. ഓക്കെ, ബാങ്കിനോട്. അത് നല്ലൊരു ഉത്തരവാണ്. അങ്ങനെയും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാര്യമുണ്ട്. മീഡിയ കറക്റ്റ് ഉണ്ടാ, മീഡിയ ഒന്ന് കൈയടിച്ചു കൊടുക്കുക. ഇന്നാണ് ഞാൻ കണ്ടു, എറണാകുളത്തൊരു വീട്ടിൽ ഇതുപോലത്തെ ഒരു കുട്ടി അമ്മയും കൂടെ വീട്ടിൽ ഇത് പൂട്ടിയിട്ട് പോയി. ഏഷ്യാനെറ്റ് കവർ ചെയ്തു. മീഡിയ ഇതുപോലത്തെ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് കേട്ടു. ഇത് യൂസഫ് അലി കേട്ടു, MA യൂസഫ് അലി. 15 മിനിറ്റ് എടുത്തുള്ളൂ. യൂസഫ് അലിയുടെ എക്സിക്യൂട്ടീവ് അവിടെ വന്നു, എത്ര കടമെന്ന് ചോദിച്ചു, അടച്ചു കൊടുത്തു. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറേക്കാൾ, എഞ്ചിനീയർക്കാൾ, മന്ത്രിയേക്കാൾ വലിയ ആളാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള വ്യവസായികൾ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ മക്കൾക്ക് വ്യവസായം എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്. അതിന് പറ്റിയ കോഴ്സുകൾ കേരളത്തിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്, അതും സാധ്യമാണ്. ശരിയല്ലേ? അപ്പോൾ കുട്ടിയുടെ മനസ്സ് ഡോക്ടർ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല, അത് വേണം. അതിനപ്പുറം നിങ്ങൾക്ക് ഈ രാജ്യത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കവിത എഴുതുന്നവൻ കവിത എഴുതട്ടെ, ഡോക്ടർ ആവുന്ന ആൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അഡ്വക്കേറ്റ്സ് ആവട്ടെ, ഇതെല്ലാം വേണം. അവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, മൂല്യങ്ങൾ കളയാതിരിക്കുക, വാല്യൂസ് ഉണ്ടാവണം. അതെവിടെ നിന്ന് പഠിക്കുന്നതാണ്? കള്ളം പറഞ്ഞുകൂടെ, എവിടെ നിന്ന് പഠിക്കും? വീട്ടിൽ, സ്കൂളിൽ നിന്നല്ല, അത് വീട്ടിൽ നിന്നാണ്. വീട്ടിലോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ 40 കഴിവ്, 400 ഇമോഷൻ എപ്പോഴും പോസിറ്റീവ് ആവണം. ഇനി അല്ല, കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്ക് ഡിപ്രഷനുണ്ട്. കളിയാക്കുമ്പോൾ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ ഡിപ്രസീവ് മൂഡിലുള്ള കുട്ടികൾ കേരളത്തിൽ 100-ൽ 30 അങ്ങനെയെങ്കിൽ സ്കൂളിലെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് പറയുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ആശുപത്രികളിൽ ഒരു കൗൺസിലിംഗ് ഫ്രീ ആണ്. അവിടെ പോയാൽ നിങ്ങൾ IQ ടെസ്റ്റ് പോലും ചെയ്തു തരും. അതൊന്നും ഒരു നാണക്കേടായി കരുതരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സ്കൂളിലും ടീച്ചേഴ്സ് കുട്ടികളെ കളിയാക്കും. ശരിയാക്കാറില്ലേ? ടീച്ചേഴ്സ് ചിലപ്പോൾ കളിയാക്കാറില്ല. ഉണ്ട്, ഉണ്ടാ മോളെ പേരെന്താ? അലന.
ഡയാനയും കളിയാക്കിയിട്ടുണ്ടോ? ഇത്രയും സുന്ദരിയായ ഡയാന. അതാര്? എന്ത് പറഞ്ഞാണ് കുട്ടികളെ ടീച്ചേഴ്സ് കളിയാക്കുന്നത്? പഠിക്കാത്തതുകൊണ്ട് കളിയാക്കും. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ മാനസിക സങ്കടം ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ കളിയാക്കുമ്പോഴാണ്. ടീച്ചേഴ്സിനടുത്ത് പാരൻസ് പോയി പറയണം, എൻ്റെ കുട്ടി പഠിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ പഠിപ്പിച്ചോളാം. ക്ലാസ്സിൽ വെച്ച് കളിയാക്കാൻ പാടില്ല. അവൻ്റെ മനസ്സ് ഡിമ്മായി പോകും, അവന് പഠിക്കാൻ കഴിയില്ല. ആരെയും കളിയാക്കേണ്ട കാര്യം ഇല്ല. ആ കുട്ടി പഠിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ ക്ലാസ്സിലെ ടീച്ചർ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? നിങ്ങളെ കുഴപ്പമല്ല, മോക്ക് മാർക്ക് വല്ലതും കുറഞ്ഞോ? പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആൻസർ പറഞ്ഞില്ല. അതൊരു പ്രശ്നം. എന്താണ്? ഞാൻ ഈ ടീച്ചർമാരെ ക്ലാസ്സിൽ ടീച്ചർമാരോട് ചോദ്യം ചോദിക്കും, ഒരു ടീച്ചർ ഇതുവരെ ഒരു ആൻസറും പറഞ്ഞിട്ടില്ല. കാരണം എണീറ്റ് നിൽക്കുമ്പോൾ ആൻസർ മറക്കും. എന്നാൽ ഇരുന്ന് പറയാൻ പറഞ്ഞാൽ പറയും, ഇത്രയേ ഉള്ളൂ. ഈ ഞാൻ ടീച്ചേഴ്സിൻ്റെ ട്രെയിനറാണ്. അവിടെ എണീറ്റ് നിർത്തി ചോദ്യം ചോദിച്ചാൽ അവർ അച്ഛൻ്റെ പേര് പറയാൻ പറഞ്ഞ പോലും തെറ്റും. അച്ഛൻ്റെ പേര് തെറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ അവർ തെറ്റിക്കില്ല. അപ്പോൾ കുട്ടികളെ കളിയാക്കാൻ പാടില്ല. കുട്ടികളുടെ മനസ്സ് തകർന്നു പോകുന്നത് കുട്ടികളെ കളിയാക്കുമ്പോഴാണ്. ഇന്നലെ പാരൻസ് ശ്രദ്ധിക്കുക, ഒരു കുട്ടി, അവൾക്ക് 16 വയസ്സായി. 17 വയസ്സായി. ഇല്ല, 16 വയസ്സ്, +1. ശ്രദ്ധിക്കണം, പെൺകുട്ടിയാണ്, മോളെ പോലെ. ഈ കുട്ടിക്ക് പറ്റിയത്, അവൾ 8 വയസ്സുള്ളപ്പോൾ ഒരാൾ അവളെ കടന്നു പിടിച്ചു. അവളെ വീട്ടിൽ പറഞ്ഞില്ല, കാര്യം വീട്ടിൽ പറഞ്ഞാൽ തല്ലുമെന്ന് അവൾ വിചാരിച്ചു. അടുത്ത കാലത്ത് സ്കൂളിൽ വെച്ചിട്ട് ഒരു കൗൺസിലിങ്ങിൽ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഒക്കെ പറഞ്ഞു കുട്ടിക്ക് ഇത് മനസ്സിലായി. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ തകർന്നു, നശിച്ചു, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. 2 ദിവസം വീട്ടിൽ ഇരുന്ന് കരച്ചിലാണ്. 2 ദിവസം കരച്ചിലാണ്. അയാൾ കയറി പിടിച്ചു. അവന് തലയ്ക്ക് ഭ്രാന്തിന്. ഈ കുട്ടി കരയേണ്ട കാര്യമുണ്ടോ? അവൾ ആകെ ഡിപ്രഷനായി. വീട്ടിൽ പറയാൻ പറ്റില്ല, അമ്മ പ്രശ്നം ഉണ്ടാക്കും, അച്ഛൻ. ആ കുട്ടി പറഞ്ഞ്, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണും. എന്നെ ഒന്ന് കണ്ടു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ഒന്നും സംഭവിക്കാനില്ല. കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഇതുകൊണ്ട്, ഇത് കേസ് കൊടുക്കേണ്ട കാര്യമാണ്. അത് പതുക്കെ കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞ് അവരത് പിടിച്ചുകൊണ്ടു. എത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഈ സമൂഹം മുഴുവൻ, സൊസൈറ്റി മുഴുവൻ കുട്ടികളെ സഹായിക്കാൻ സന്നദ്ധമാണ്. നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം ഇല്ല. ശരിയാണല്ലോ? അപ്പോൾ സ്കൂളിൽ പോകണം എന്തിനൊക്കെയാണ്? മാത്സ് മാർക്ക്, നല്ല കരുത്തുള്ള മനസ്സ്, പെട്ടെന്നൊരു ജോലി, എന്തെങ്കിലും പഠിക്കരുത്. വിദേശത്ത് പോകാൻ താല്പര്യമുള്ള പിള്ളേരെല്ലാം ഉണ്ട് അവിടെ? ഇല്ല. ഉണ്ടെങ്കിൽ ആലോചിക്കുക. ഏതെങ്കിലും ഏജൻസി പറഞ്ഞ അനുസരിച്ച് മാത്രം വിദേശത്ത് പോകല്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോറിനറിന് നമ്മളെ ഇഷ്ടമല്ല. നമുക്ക് സാഹിബിൻ്റെ അത്ര വെളുപ്പില്ല. ഉണ്ടോ? ഇല്ലേ? മാഡം വെളുപ്പാണ്, മദാമയിൽ അത്ര വെളുപ്പല്ലല്ലോ. അല്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരുമാതിരി, അവർ വിചാരിക്കും ഇവ ഏത് നീഗ്രോ ഒന്നെന്ന് വിചാരിക്കും. നമ്മൾ കാണുമ്പോൾ അവർ സുഖമില്ല. പൊക്കമാണെങ്കിലോ നമ്മൾ കുള്ളന്മാരാണ്. സാഹിബിൻ്റെ അത്ര 7 അടി പൊക്കമില്ല. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു നാക്ക് ഉളുക്കും. ശരിയില്ലേ? യുവർ ഇംഗ്ലീഷ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ചുരുക്കം പറഞ്ഞാൽ അവിടെ പോയാൽ നിങ്ങളൊരു ബംഗാളി പോലെ താമസിക്കും. പോകാം. നിങ്ങൾ അവിടെ ഒരു ഡോക്ടറായി പോയാൽ വിലയുണ്ട്. എഞ്ചിനീയർ ആയാൽ, ക്വാളിറ്റിയുള്ള സ്ഥാപനത്തിൽ പഠിച്ചാൽ വിലയുണ്ട്. അല്ലാതെ കയറി പോകേണ്ട. ഇന്ത്യയിൽ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. ഒരുപാട് പോസിബിലിറ്റി. അപ്പോഴും ഈ കുട്ടിക്ക് വേണ്ട ഒരു കാര്യം, നമ്മുടെ ലോകത്തിലെ ഏറ്റവും സേഫായൊരു രാജ്യം അത് ഇന്ത്യയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ പഠിച്ചിട്ട് കാനഡയിൽ പോയി ഒരു കമ്പനിയുടെ മാനേജരായി. എന്നെക്കാൾ ഒരു 4 വയസ്സ് കൂടുതലുണ്ട്. അവനിപ്പോൾ 60-61 വയസ്സായി കാണും. അയാൾ ഫാമിലിയായിട്ട് തിരിച്ചു വന്നു. കലൂർ ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുന്നു. കാരണം അവിടെ ഇപ്പോഴും സകല പ്രശ്നങ്ങളാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യത്താണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ച് സ്കൂളിൽ പോവുക. ലോകത്തിലെ ഏറ്റവും, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെൻറ്റ് മേരീസ് പട്ടം. കൈയടിക്ക് ഇവിടെ ആൾക്കാരില്ല, അല്ലെങ്കിൽ കൈയടിച്ചു കൊടുക്കുക. അത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്കൂളാണ്. എൻ്റെ മോൻ അവിടെയാണ് പഠിച്ചത്. അവൻ പറയണത് ആ സ്കൂളിൽ പഠിച്ചതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. അവൻ നേരത്തെ ക്രൈസ്തവരിലാണ് പഠിച്ചിരുന്നത്. മോൾ ഏത് ഗ്രൂപ്പ്? ഹ്യൂമാനിറ്റീസ്. അത് അതിനേക്കാൾ കൊള്ളാം. എന്താ ലക്ഷ്യം? അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഏത് വിഷയത്തിൽ? ഹിന്ദി. വെരി ഈസി. കൈയടിച്ചു കൊടുക്കാം. ഇത് എളുപ്പവഴി. ഇനി ഈ കുട്ടി, ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ 24 വയസ്സിലാവുമെന്ന് എഴുതി വയ്ക്കുക. വെച്ചിട്ടുണ്ടോ? എഴുതി വയ്ക്കുമ്പോൾ നടക്കും. എന്നിട്ട് രാത്രി അത് വായിച്ച് ചിരിച്ചോട് നടക്കുക. ഹിന്ദി കാണുമ്പം ചിരിക്കുക. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ശമ്പളം ഇപ്പോൾ തുടക്കത്തിൽ 85,000 രൂപയാണ്. മോളുടെ പേരെന്താണ്? അമൃത. അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഏജ് 25, ശമ്പളം അന്ന് 1,00,000 രൂപ. എഴുതി വെച്ചിട്ട് പഠിച്ചാൽ ഈ ഭ്രാന്ത് പോലെ മനസ്സിലാവും. കാരണം ശമ്പളം കൂടുതൽ കിട്ടിയാൽ കൂടുതൽ പഠിക്കും. ശരിയല്ലേ മാഡം? ഇവിടുത്തെ ജീവനക്കാരിയാണ്. ഇത് സെക്രട്ടറി അസിസ്റ്റൻ്റല്ലേ പഠിച്ചത്?
ലോ കോളേജിലാണ്. ഓക്കെ, ലോ കോളേജിലൊക്കെ പഠിച്ചു. ഓക്കെ, താങ്ക് യു. മാഡം ഇവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? കാറ്റലോഗ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ആയിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കി, ഈ മാഡത്തിൻ്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച വേറെ പല ആൾക്കാരും കാണും. പക്ഷെ മാഡത്തിന് ജനറൽ നോളജ് അല്പം കൂടുതലായിരുന്നു, ശരിയല്ലേ? പിന്നെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മൾ പഠിച്ചല്ലേ, ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, സന്തോഷമാണല്ലോ. ആണല്ലോ, ശമ്പളം കിട്ടിയ സന്തോഷം വരും. മക്കളെ വെറുതെ പഠിക്കല്ലേ. എന്തിനാണ് സ്കൂളിൽ പോണത്? മാക്സിമം മാർക്ക്. ഇയാൾ പോകണം അതിനല്ല. മാക്സിമം മാർക്ക് മേടിച്ച് ഹിന്ദിക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ച് ഹിന്ദി പ്രൊഫസറാൻ വേണ്ടി ഹിന്ദി സീരിയലൊക്കെ ഇഷ്ടംപോലെ കണ്ടുകൊള്ളാം. ഹിന്ദി നല്ലോണം സംസാരിക്കുമോ? അയ്യോ ഇല്ല. അപ്പോൾ ഇന്നോട്ട് ഈ കുട്ടി കാണേണ്ടത് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഹിന്ദി സീരിയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അലിമ്പൊന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. എന്നിട്ട് അതൊരു 6 മാസം കാണുമ്പോൾ ഹിന്ദി മണി പോലെ. അല്ല, അവിടെ ചെന്നിട്ട് മലയാളത്തിൽ ഹിന്ദി പറഞ്ഞ ആരും ഇയാൾ അക്സെപ്റ്റ് ചെയ്യില്ല. പഴയ ഹിന്ദി സാറ് പറഞ്ഞ പഴയ ഹിന്ദി സിനിമ. സാറ് സ്കൂളിലെ സാറാണോ? മിലിറ്ററിയിലായിരുന്നു. പഴയ ഹിന്ദി സിനിമ കണ്ടാൽ സാറിന് ഹിന്ദി നല്ലോണം അറിയാം. പട്ടാള സിനിമ. അപ്പം നിനക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു ഇവിടെ ഇരിക്കണം. ഒന്ന് കൈയടിച്ചെടുത്തേ. ഇന്നോട്ട് ഈ കുട്ടി ചെയ്യേണ്ടത് സ്കൂളിലെ അധ്യാപനമല്ല. സാറിൻ്റെ പേരെന്താണ്? രവീന്ദ്ര സാറ് പറഞ്ഞാണ്. കാരണം ഹിന്ദി, പഴയ ഹിന്ദി ഷോലയൊക്കെ എടുത്ത് വെച്ച് കാണണം. കണ്ടിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ലക്ഷ്യം വേണം, ലക്ഷ്യം കുറിച്ച് വേണം. ആരും റെഡി? യെസ് ഓർ നോ? ആരും റെഡി? യെസ്സിന് അടിച്ചോളൂ. ആരും റെഡി? യെസ്. അപ്പോൾ എന്തിനാണ് സ്കൂളിൽ പോണത്? 25-ാമത്തെ വയസ്സിൽ ചുമ്മാ ജോലിയല്ല, ഹിന്ദി പഠിച്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ. അപ്പോൾ സംഭവം ക്ലാരിറ്റി വന്നില്ലേ? എഴുതി വയ്ക്കുക, ശമ്പളം കൂടെ ഉറപ്പായിട്ടും കിട്ടും. നാളെ തൊട്ട് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു കോളേജ് ലെക്ചറർ പോലെ ധൈര്യത്തോട് നെഞ്ചൊക്കെ പിരിച്ചിറങ്ങണം. റെഡിയാണോ? സ്വപ്നം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, കുട്ടികൾക്ക് ലക്ഷ്യം എഴുതി വെച്ച് പഠിപ്പിക്കുക. കുട്ടികൾക്ക് പാരൻസ് ബാക്കിൽ കേൾക്കുന്നുണ്ടല്ലോ, ലക്ഷ്യങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. സ്കൂളിൽ പോകുന്നത് മാക്സിമം മാർക്ക്, സമയത്തിന് ജോലി കിട്ടിയാൽ റിച്ച് ആവും. എന്താവും? റിച്ച് ആയാലും യു ക്യാൻ എക്സ്പ്ലോർ ഇന്ത്യ, എക്സ്പ്ലോർ ദ വേൾഡ്. ഇവിടെ കല്യാണമൊന്നും കഴിച്ചോളേ, ഇന്ത്യ കാണാൻ വേണ്ടി ഇറങ്ങി നടക്കണം. ഇന്ത്യ ഒരുപാട് കാണാനുണ്ട്, ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടൊക്കെ ചൊന്നും ഇങ്ങനെ കുരുങ്ങി കളയല് വലിയ പ്രശ്നമാണ്. കല്യാണം കഴിച്ചാൽ ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം വേണ്ട. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രായത്തിൽ ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കണം. കാരണം നമ്മൾ സുന്ദരിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു, സന്തോഷം. പക്ഷെ ഒരു പ്രശ്നം, അവന് തലയ്ക്ക് ബോധം വന്നിട്ടില്ല. ഈ തലയ്ക്ക് ബോധം വരുന്നത് 22-ാമത്തെ വയസ്സിലാണ്. ഈ മെഡിലോ ഒപ്പിളാൻ കൊട്ട വലുതാവണം അപ്പോഴാണ്, അവിടെ ചിന്ത വരുള്ളൂ. അപ്പോൾ അവന് മെഡിലോ ഒപ്പിളാൻ കൊട്ട വലുതായിട്ടില്ല. പിടികിട്ടി? ആരെങ്കിലുമൊക്കെ വന്ന് പ്രപ്പോസ് ചെയ്താ വന്ന് അപ്പോൾ ഇത് പറഞ്ഞാൽ മതി, അയ്യോ ആ ചേട്ടന് എന്തോന്ന് വലുതായിട്ടില്ല, മെഡിലോ ഒപ്പിളാൻ അങ്ങോട്ട് വലുതായി, പാവം വലുതായിട്ട് വരാൻ പറഞ്ഞാൽ അവൻ അവൻ്റെ വഴിക്ക് പൊയ്ക്കോളും. അല്ല, നോ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ നിൻ്റെ പുറത്ത് ആസിഡ് കൊടുക്കും. നീ സുന്ദരി പെണ്ണായതുകൊണ്ട് ആസിഡ് കിട്ടും. ഒന്നും വിടണ്ട, അയ്യോ പാവം, മനസ്സിൽ വിഷമിക്കുക. ചെറുക്കന് സാധനം മെഡിലോ ഒപ്പിളാൻ അങ്ങോട്ട് ഇല്ല, ബുദ്ധിയില്ലാതെ അർത്ഥം, എങ്കിലും നിൻ്റെ തലയിൽ നിൽക്കുള്ളൂ, ഇത് വലുതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉടക്കാനൊന്നും പോവില്ല. അവൻ പാവം, അവൻ പ്രേമിച്ചോട്ടെ. അവൻ അങ്ങനെ 10 വരെ ചെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാഴ് അവൻ്റെ തലയിൽ ചെന്ന് ഇരിക്കും. നമ്മളിപ്പോൾ ഹിന്ദി പഠിച്ച് ലെക്ചറൊക്കെ ആകുമ്പോൾ ഇവൻ വഴിയിൽ ചൊറിയും കുത്തി അങ്ങുഞ്ഞൊക്കെ നിൽക്കും. അപ്പോഴും നമ്മൾ പറയണം, ഇപ്പോഴും അവൻ്റെ മെഡിൽ അവിടങ്ങോട്ട് വലുതായിട്ടില്ല. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ വീട്ടിൽ പോയി ചാടൽ. കാരണം കേരളത്തിൽ ഒരു വർഷം 400ഓളം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. എല്ലാം പ്രണയമാണ്, കൗമാര പ്രണയം. ചെന്ന് ചാടിക്കൊടുക്കാൻ പാടില്ല. കുഞ്ഞ് മനസ്സല്ലേ, ആഗ്രഹം വരും, ശരിയല്ലേ? വരുമ്പം പിടിച്ചു കെട്ടി വയ്ക്കണം. ഈ ആഗ്രഹം എപ്പോഴേ ഓണാകാവൂ. എത്ര വയസ്സ് ഞാൻ പറഞ്ഞു തന്നു? 22. അവൾക്ക് നല്ലോണം മനസ്സിലായി. 22 വയസ്സായിട്ട് ഇതൊക്കെ ഓണായാൽ മതി. നമ്മൾ എന്തൊക്കെ പറഞ്ഞു സാർ? യെസ്. ഈ 40 കഴിവുകൾ എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് സാറ് പറഞ്ഞത്, എനിക്ക് ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണും. എന്തോന്ന് ക്വാളിറ്റി? അതെങ്ങനെ അറിയാൻ പറ്റും? സിറ്റുവേഷൻ വന്നാൽ ഈ സാധനം വെളി വരും. എപ്പോഴും വരും? സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ സ്കൂളിൽ കിട്ടും. സ്കൂളിൽ പോകുന്നത് വിജയിക്കാനല്ലെന്ന് ഞാൻ പറഞ്ഞു, പരാജയപ്പെടാനാണ്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ലീഡർഷിപ്പ് ആവണമെങ്കിൽ സ്കൂളിലെ NSSലോ അങ്ങനെയുള്ള ഏതെങ്കിലും സാധനത്തിൽ ചേർന്ന ലീഡർഷിപ്പ് വെളി വരും. 2, ടീം വർക്കാണ്. ലോകത്തിലെ എല്ലാ വിജയങ്ങളുടെ അടിസ്ഥാനം നല്ല ടീം വർക്കാണ്. അതൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. അത് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും. സ്കൂളിൽ സാറ് പറഞ്ഞുതരാം, നമ്മൾ
സ്കൂളിൽ പഠിക്കുമ്പോൾ IQ ബേസ്ഡ് പഠനമേ ഉള്ളൂ. 20% ബുദ്ധി, വിജയിക്കാൻ 80% EQ വേണം, ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വോഷ്യൻ. അത് സ്കൂളിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും സമ്മർ വെക്കേഷനിൽ മാതൃഭൂമിയോ മനോരമയോ ദേശാഭിമാനിയോ ഒക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഫ്രീ ആയിട്ട്. അവിടെ പോയാൽ, കാരണം പെട്ടെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ലൈഫിൽ വിജയിക്കാൻ വേണ്ട സ്കില്ലുകൾ അത് ഇൻ്റലിജൻസ് ആണ്. ഉദാഹരണത്തിന് ലീഡർഷിപ്പ്, ടീം വർക്ക്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, പ്രസംഗിക്കാനുള്ള കഴിവ്, കോൺഫിഡൻസ്. ഭയങ്കര കോൺഫിഡൻസ് ഉള്ളവന് എവിടെ പോയാലും വിജയിക്കും. അത് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. മറിച്ച് ഏതെങ്കിലും ഒരു ട്രെയിനറിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നാൽ, ഞാനൊക്കെ ആ ടൈപ്പ് പോലെ, ഞങ്ങളുടെ ഒരു 5 ദിവസം സെമിനാറിൽ ഇരുന്നാൽ ഈ കുട്ടിക്ക് ഈ കഴിവുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ സംരക്ഷിക്കും. ഇപ്പോൾ വളരെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 20 വർഷമായി പ്രകൃതിയെ സ്നേഹിക്കണം, മരം വെച്ച് പിടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച സർവേ വന്നപ്പോൾ ഇന്ത്യയിലെ മരങ്ങളുടെ എണ്ണം 10% കൂടിയിട്ടുണ്ട്. അത് ഇമോഷണലി ഇൻ്റലിജൻ്റായ കുറേ അധ്യാപകരും കുറേ രക്ഷകർത്താക്കളും കുട്ടികളും ഒരുമിച്ച് വിചാരിച്ചപ്പോൾ ഈ പ്രകൃതിയിൽ ഓക്സിജൻ അളവ് കൂടുന്നുണ്ട്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ലോകത്ത് പ്രകൃതിയെ അത്രത്തോളം സ്നേഹിക്കാൻ പഠിപ്പിക്കാത്തൊരു രാജ്യം ഇന്ത്യ. എന്താണ് വായര് മോളെ, വായര്? 21 വയസ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം. കൈയടിച്ചു കൊടുത്തു. ഇവിടെ എഴുതി ക്ലാസ് ഏറ്റവും. അവൾ പറയുന്നത് 21 വയസ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം. 22, 21 പറ്റൂല. 22 ശമ്പളം എഴുതിക്കോ ബ്രാക്കറ്റിൽ, 85,000 രൂപ. മനസ്സിലായി? എഴുതി. അവൾ മിടുക്കിയാണ്. മോളെ പേരെന്താ? എണീക്ക്. ഞാൻ തൊട്ടോട്ടല്ലോ. മൈക്കിൽ ഉറക്കെ പറഞ്ഞേ. ഞാൻ 23-ാമത്തെ വയസ്സിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ ആകും. അന്ന് ഞാൻ 1,00,000 രൂപ ശമ്പളം. ഞാൻ 22-ാമത്തെ വയസ്സിൽ മലയാളത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകും. 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കും. അപ്പൊ ഇത് ആ കുഞ്ഞു താങ്ക് യു ഈ കുഞ്ഞു മനസ്സിനെ എത്ര പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം എഴുതി കഴിയുമ്പോൾ ഇറ്റ് ഗോസ് ടു ദ ഇന്നർ പാർട്ട് ഓഫ് യുവർ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. അപ്പോൾ എളുപ്പ വഴി ഒരു കുട്ടി അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയും. ഈ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത, മോള് വായിക്കുന്ന കൂട്ടത്തിലാണൂടാ, വായിക്കുകയൊക്കെ ചെയ്യോ? ഒരു വർഷത്തിൻ്റെ 300ഓളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതി. ഇപ്പോൾ ടോട്ടൽ 500ഓളം പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരിയാണ്. ഊഞ്ഞാലി കുട്ടിയുടെ ഉമ്മിണി കാര്യങ്ങൾ എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം മൈൻഡ് പബ്ലിക്കാണ് പ്രസിദ്ധീകരിച്ചത്. സാറ് നേരത്തെ ചോദിച്ചില്ല സ്കില്ല് എങ്ങനെ? ഇതൊരു സ്കില്ല് കണ്ടുപിടിച്ചാണ്. കാരണം ഒരു വേദിയിൽ നിന്ന് 2 വാക്ക് പറയാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്കില്ല്. ഒരു പക്ഷേ ഇവൾ ഭാവിയിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ലീഡർ ആയിക്കൂടാ എന്നൊന്നുമില്ല. അവൾ എത്ര മണിക്കൂർ വായിക്കും? ഒരു ദിവസം രാവിലെ വായിക്കണമെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും. ഈ കുട്ടി വേറെ ഒന്നും ചെയ്യണ്ട, മലയാളം മാത്രം പഠിച്ചാൽ ഓൾ ദി ബെസ്റ്റ്. ഇയാളും അങ്ങനെയാണ്. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് സമയമില്ല മക്കളെ. മോളെ ബുക്കാണ്. അയ്യോ ഇവിടെ ഒരുപാട് പ്രതിഭകളുണ്ട്. എണീറ്റ് നിന്നേ. മോൾ ഏത് ക്ലാസ്സാണ്? അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. 4 പഠിക്കുന്ന കുട്ടിയാണ്. എന്തെങ്കിലും 2 കാര്യം പറയാമോ ഈ ബുക്കിനെ കുറിച്ച്? മോളെ ബുക്കാണോ? പറഞ്ഞോ. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് മുല്ലക്കുട്ടിയുടെ വിശേഷങ്ങൾ എന്നാണ്. എല്ലാവരും വാങ്ങി വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മതി. ഇത്രയൊക്കെ തന്നെ വളരെ കൂടുതൽ. താങ്ക് യു സാറേ. ഇതാണ് ഒരു സ്കില്ല്, നമ്മൾക്കുള്ള കഴിവ്. അയ്യോ ഇതാര് പാർട്ടി? അയ്യോ ഇന്ന് പറഞ്ഞു. ഇത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച് ഞാൻ പുസ്തകോത്സവങ്ങളിൽ പോകുമ്പോൾ എഴുത്തുകാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ഇനി എന്നാണ് എഴുതി തുടങ്ങുന്നതെന്ന്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അവധിക്കാലത്താണ് ഇങ്ങനെ ഒരു കഥ എഴുതിയാലോ എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്. വായിക്കാനുള്ള ആഗ്രഹം പണ്ട് മുതലേ എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. അമ്മയും അച്ഛനും ഉറങ്ങാൻ നേരത്തെ കഥകൾ പറഞ്ഞായിരുന്നു ഉറക്കിയിരുന്നത്. പിന്നീട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയ പ്രായത്തിൽ ചെറുകഥാ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം നോവലെത്തി. ഇത് ഞാൻ കഴിഞ്ഞ അവധിക്കാലത്ത് എഴുതിയ പുസ്തകമാണ്. അവധിക്കാലത്ത് പല കുട്ടികളും മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിലും ഒക്കെയാണ് അവരുടെ അവധിക്കാലത്ത് ചെലവഴിക്കുന്നത്. എൻ്റെ അച്ഛൻ സൗദി അറേബ്യയിലാണ്. അമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാണ്. ആ മോളുടെ ഒരു പ്രത്യേകത നോക്കിയ മോളിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ സൗദിയിലാണ്. മോക്ക് 11 വയസ്സോ 10 വയസ്സാണ്, കുഞ്ഞു പ്രായം. ഒരു കുട്ടിയെ അമ്മ ഇവിടെ ഉണ്ടോ? ഈ അമ്മയെ കണ്ടോളൂ, ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ റോൾ മോഡൽ. താങ്ക് യു. മാഡത്തിൻ്റെ പേരെന്താ? രേവതി. ഹസ്ബൻഡ് ഇവിടെ ഇല്ല.
മക്കളെ ഇങ്ങനെയാണ് വളർത്താൻ. എന്തായാലും മാഡം തന്നെയായി, നല്ല കുട്ടിയാണ്, അതിന് പറ്റും. ശരി, എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൗമാര മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അധ്യാപക എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. മോക്ക് 10 വയസ്സ്, ഷീസ് ഓൺലി 10. മാത്രമല്ല അയ്യോ കവിത എഴുതിയിട്ടുണ്ടോ മോള്? എണീക്ക്, കവിത കയ്യിലുണ്ടോ? എണീക്ക്. മോക്കൾ പറഞ്ഞ ഒരു കവിതയുടെ ഒരു വരി ഒന്ന് പറഞ്ഞേ ഓർക്ക. ഇതിനകത്ത് ഒരു ഓർത്ത് നോക്ക്. ഇതൊക്കെ ഒരു അവസരമല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ? ഓർക്കുമ്പോൾ മോൾ പറഞ്ഞത് ഇരുന്നോ മോക്ക് ചെറിയൊരു നാണമുണ്ട്. അപ്പോൾ ഇതാണ് അവൾ എണീക്കുമ്പോൾ അല്പം ഒരു സ്റ്റേജിലൊരു പ്രശ്നം. ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ സ്കില്ലാണ്. ഇരുന്നിട്ട് മൈക്ക് കൊടുത്താൽ പറയാൻ പറ്റും, ശരിയല്ലേ? പറ്റില്ല, ഓർമ്മയില്ല. അത് ആദ്യമായി സംസാരിക്കുമ്പോൾ എൻട്രോഫിൻസിൻ്റെ അളവ് കൂടുന്നുണ്ട്, പറയാൻ പറ്റാത്ത അതൊക്കെ മാറിക്കോളും. എനിവേ മോളുടെ വയസ്സ് എത്ര? 10 വയസ്സ്, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റും കൂടെ ഉണ്ട്. ഞാൻ നിർത്താം. ഞാൻ പറഞ്ഞത് എല്ലാ കുട്ടികളുടെ മനസ്സിനകത്ത് ഒരു ജീനിയസ് ഉണ്ട്. അവിടെ ഒരു മലയാള ജീനിയസിനെയും ഹിന്ദി ജീനിയസിനെയും കണ്ടു. മോൻ ഏത് ജീനിയസടാ? അറിഞ്ഞൂടാ, കണ്ടെത്തണം. അതാണ് കണ്ടെത്തേണ്ട ഫാക്കൽറ്റികൾ. 40 ഫാക്കൽറ്റി കിടക്കുന്ന അതാണ്. പക്ഷേ എന്ത് കഴിവുണ്ടെങ്കിലും കഴിവുള്ളത് കൊണ്ട് മാത്രം ആരും വലുതാവില്ല. ഇതേപോലെ ഒരു അമ്മ ഉണ്ടാവണം, ഇതുപോലെ ഒരു മോളും ഉണ്ടാവണം. മോക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഞാൻ BEd കഴിഞ്ഞതാണ്, നാച്ചുറൽ സയൻസ് ആണ്. എനിക്കൊരു ക്രൈസിസ് വന്നത് ആക്ച്വലി എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ പുള്ളിക്ക് അപ്പോൾ ജോലിക്ക് വിടാനായിട്ടുള്ള താല്പര്യം അന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ് മോളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയെന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെ 21ാമത്തെ വയസ്സിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ സയൻസ് ആണ്. അല്ല, എന്താണ് ടീച്ചറിൻ്റെ ഗോൾ? എന്താണ്? ഇനിയും പറ്റും. ടീച്ചറിന് അത്ര ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് സമയമുണ്ട്. മാത്രമല്ല ഈ ടീച്ചിങ്ങിന് എന്നൊരു ഞാൻ ഇന്നാൾ ഒരു ശ്രദ്ധിക്കണം, നമുക്ക് പറഞ്ഞ് നിർത്താം. ഇതുപോലെ ഒരാൾ എൻ്റെ വീട്ടിൽ കൗൺസിലിങ്ങിന് വന്നു, കുട്ടിയെ പഠിപ്പിക്കാൻ വന്നതാണ്. അപ്പം ഹസ്ബൻഡ് പറയണേ എവിടെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് ഇങ്ങനെ ഇടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കേട്ട് മാഡം ഒന്നും ചെയ്യുന്നില്ലേ? ആ സാറേ ഞാൻ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആഹാ, ആരെ പഠിപ്പിക്കും? ഐ ഹാവ് ക്ലയൻസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഐ എം എ മാത്സ് ടീച്ചർ. ഐ ഏൺ മോർ ദാൻ 3 lakhs പെർ മന്ത്. എന്നിട്ട് ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല. ലോകം മാറിപ്പോയി. പല സ്ത്രീകളും ഭയങ്കര മിടുക്കരാണ്. മാഡത്തിന് അതുപോലെ അവസരം വരും. ഓൺലൈനിൽ പഠിപ്പിച്ചാലും ഏത് വിഷയം ഏതാ? ടീച്ചർ ട്യൂഷൻ, അതാണ് യഥാർത്ഥ പഠിത്തം. എന്നെ പഠിപ്പിച്ച ട്യൂഷൻ സാറുമാരാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിച്ചില്ല, ഡോൺ വറി. ഇഫ് യു ആർ എ ടീച്ചർ, അത് മതി. നമ്മളിപ്പോൾ സ്കൂളിൽ പോയി തന്നെ പഠിപ്പിക്കണമെന്നൊന്നും വലിയ ഇതൊന്നും ഇല്ല. എല്ലാവരും ടീച്ചർ ചെയ്യുന്നതാണ് ഒരു പുണ്യമായ കാര്യം. അപ്പോൾ എനിവേ നമ്മളൊരു ചെറിയ സെഷനാണ് ഇവിടെ എടുത്തത്. നിങ്ങളെ കണ്ടതിന് എനിക്ക് വലിയ സന്തോഷം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ, ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് സെഷൻ ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിർത്തുകയാണ്. നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷം. പങ്കെടുത്ത ചോദ്യങ്ങൾ ചോദിച്ച മിടുക്കർക്കെല്ലാം സന്തോഷം. മോള് മലയാളം ടീച്ചറാവട്ടെ, മോള് ഹിന്ദി ടീച്ചറാവട്ടെ, ടീച്ചറിന് സ്വന്തമായി ജോലി കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്, മൈ ബ്ലെസ്സിങ് ഫ്രം മൈ പാർട്ട്. ഓക്കെ, നമുക്കിവിടെ നിർത്തിക്കോട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു. റൈറ്റ്. യെസ്.